ഇതാണ് സലാംക്ക ലോങ്ങൺ അല്ലേ? ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു കൊടുത്താലോ എങ്ങനെയാണ്? മൂത്തിട്ടില്ല, എന്നാലും പച്ചമൊക്കെ പൊട്ടിച്ച് കാണിച്ചു കൊടുക്കാം. ഗ്രീൻ ലാൻഡ് ഇത് ശരിക്കും ഈ ജബോട്ടിക്കാണ് ചോദിച്ചത് പച്ചെന്ന് വിചാരിച്ചിട്ടാ സലാംക്കിനെ നെട്ടിച്ച് കളഞ്ഞ്. ഇതൊരു പുതിയ വെറൈറ്റി ആണല്ലേ? ചേച്ചിക്ക് തിന്നാൻ കൊടുത്തൊന്ന് വീഡിയോ, ചേച്ചി ഇതിന്റെ കമന്റ് ഒന്ന് പറഞ്ഞു. ഇവിടെ സ്ഥലത്ത് തൃശ്ശൂർ കോഴിക്കോട് ഹൈവേയിൽ എടപ്പാളിൽ നിന്ന് കുറ്റിപ്പുറം റോഡിലേക്ക് 1 കിലോമീറ്റർ വരുമ്പോഴാണ് ഒരു ബുള്ളറ്റ് ഷോറൂം ഒക്കെ ഉണ്ട്, ഇന്ത്യൻ ഓയിൽ പമ്പ്. അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ തോട്ടുങ്ങൽ എക്സോട്ടിക് ഫ്രൂട്ട്സ് പ്ലാന്റ് നഴ്സറിയുടെ പുതിയ ശാഖ തുറന്നിട്ടുള്ളത്. തെക്കുന്നും വടക്കുന്നും വരുന്നവർക്ക് സൗകര്യത്തിനും കിഴക്കുന്നും പടിഞ്ഞാറുനിന്നും വരുന്നവർക്ക് സൗകര്യത്തിനായിട്ട് വിശാലമായ സൗകര്യത്തിൽ ലോകത്തുള്ള എല്ലാ ഫ്രൂട്ട്സ് കളക്ഷനും നമ്മുടെ കൈവശമുണ്ട്. മാവായാലും പ്ലാവായാലും ജബട്ടിക്കാവായാലും എല്ലാം. അപ്പോൾ ഈ നഴ്സറി ആണല്ലോ അത്യാവശ്യം ഇതിൻ്റെ ബാക്കിലേക്ക് ഒരുപാടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് വെറൈറ്റീസ് ഞാൻ കാണിച്ചു തരാം. റേറ്റും കാര്യങ്ങളും വീട്ടിൽ വെക്കാൻ പറ്റിയ അടിപൊളി ഐറ്റംസ് അല്ലേ പുതിയത്? നമ്മൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് പ്രൂൺ ചെയ്ത് അടിപൊളി ഭംഗിയിൽ മുറ്റത്തൊക്കെ വെച്ചാൽ, പുതിയ വീടൊക്കെ വെക്കുന്നവർ മുറ്റത്തൊക്കെ വെച്ചാൽ അതിമനോഹരമായിട്ട് നാംഡോക്കുമായി കാഴ്ച നിൽക്കുന്നതാണ്. ഒക്കെ ഫ്ലവർ ചെയ്ത മാങ്കോണ്, നല്ല അടിപൊളി തൈകളാണ്. ആവശ്യക്കാർക്ക് കൊണ്ടുപോകാൻ. ഇത് നാംഡോക്കാണ്, ഇത് നാംഡോക്കുമായി ആണ്. ഇതാണ്ട കായ പിടിച്ചിരിക്കുന്നത്, കാ പിടിച്ച് നിൽക്കുന്നത്. അത് RT2 ജംബോ റെഡ് അവിടെ മിറാക്കിൾ ഫ്രൂട്ട്. ഇത് തിന്നാൽ വാഴയുടെ മുകളങ്ങളൊക്കെ മനോഹര. ഇതിപ്പോൾ ഇത് കഴിച്ചിട്ട് ഒരു ഇരുമ്പാമ്പുളി തിന്നാലും നാരങ്ങ തിന്നാലും ഒക്കെ മധുരമായിരിക്കും. ഓറഞ്ച് തിന്നാലും ഒക്കെ എന്ത് പുളിയുള്ളത് കഴിച്ചാലും മധുരമായിരിക്കും. ഇത് നമ്മുടെ ഫ്ലവേഴ്സ് സെക്ഷൻ. ഇത് കൈകാര്യം ചെയ്യുന്ന നമ്മുടെ വൈഫാണ്. എല്ലാതരം പുഷ്പങ്ങളും പൂവുകളും അതോട് വെച്ച ഇൻഡോർ പ്ലാന്റ്, പിന്നെ ഔട്ട്ഡോർ പ്ലാന്റ്, അങ്ങനെ ഫാമുകളെല്ലാം ഡെലിവറി കാര്യങ്ങളില്ല. ഇവിടെ വന്ന് എടുക്കണം. നമ്മുടെ പിന്നെ ഫ്ലവേഴ്സ് അതാണ്. പിന്നെ ഇത് ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് ചൈനീസ് സ്റ്റോൾ എന്നാണ് പറയുന്നത്. ഇത് നമ്മളിവിടെ വിൽക്കുന്നത് വെറും 100 രൂപയ്ക്കാണ്. ആവശ്യക്കാർ വന്ന് എടുക്കുക, വെറും 100 രൂപയ്ക്ക് ചൈനീസ് സ്റ്റോൾ. ഇവിടെ ഗാർഡനിൽ കാഴ്ച നിൽക്കുന്ന നാംഡോക്കുമയ്യാണ്. ഇതിലൊക്കെ നിറയെ മാങ്ങ ഉണ്ടായിരുന്നു കേട്ടോ. ഈ മാങ്ങയൊക്കെ ഇവിടെയൊക്കെ മാങ്ങ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ ഷിഫ്റ്റിങ്ങിൽ വണ്ടിയുടെ പാർട്സുകൾ തട്ടിയിട്ട് കൊഴിഞ്ഞു പോയതാണ്. നിറച്ച് മാങ്ങ ഉണ്ട്. 10-30 മാങ്ങയുടെ അടുത്ത് മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പം എല്ലാം പോയിട്ട് ആകെ 4-5 മാങ്ങയായതാണ്. ഇതും വിൽപ്പനയ്ക്കുള്ളതാണ്. വലിയ നല്ലൊരു മാവാണ് നാംഡോക്കുമായി. ഇത് ജബട്ടിക്കാബ പ്രിക്കോഷ്യ. നമ്മുടെ അടുത്ത് ജബട്ടിക്കാബയുടെ കാച്ച മരങ്ങളും കായ്ക്കാത്തതും ചെറുതും വലുതൊക്കെ ഉണ്ട്. ഇത് നമ്മൾ 200 രൂപയ്ക്ക് വിൽക്കുന്ന പ്രിക്കോഷ്യയാണ്. സബാർ, അതായത് ജബട്ടിക്കാബയിൽ പ്രിക്കോഷ്യ 2000-ൻ്റെ ഉണ്ട്. അതുകൂടാതെ ഈ ചട്ടിയിലുള്ളത് 4000 രൂപയ്ക്ക് 4500 രൂപയ്ക്ക് വിൽക്കുന്ന ഫ്ലവർ ചെയ്ത ചട്ടിയിലുള്ള പ്ലാന്റ്സും ഉണ്ട്. അതുപോലെ 3000 രൂപയ്ക്ക് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ് ഉണ്ട്. ഇത് 4000 രൂപയ്ക്ക് വിൽക്കുന്ന 3900 വിലയുള്ള നമുക്ക് 3000 രൂപയ്ക്ക് കൊടുക്കാം ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റ്. ഇത് അതുമാതിരി ഒരു കായം കൂടി ഉണ്ട്. ബാക്കി കായൊക്കെ തീർന്നതാണ്. ഇനിയിപ്പോൾ അടുത്ത ഫ്ലവർ ചെയ്തു. അപ്പോൾ ഈ ഫ്ലവർ ചെയ്തത് ഗ്രാഫ്റ്റ് ആണ്. ഓർക്കണം, ഈ ഗ്രാഫ്റ്റ് ആയത് ഗ്രാഫ്റ്റ് ആയത് നമ്മൾ 3000 രൂപയ്ക്ക് നമുക്ക് തരുന്നതാണ്. കണ്ടോ ഇതാ കഴിച്ചിട്ട് പറയാം. നല്ല മധുര. 3000 രൂപ. ഇതുവരെ 10 രൂപയ്ക്ക് വിട്ടു. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഈ കായകളല്ല, അതുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 10-100 ചില്ലം കായ ഉണ്ടായിരുന്നു പഴുത്തത്. അതൊക്കെ കൊഴിഞ്ഞു പോയി. അടുത്തത് അത് കഴിഞ്ഞ് തീരുമ്പോഴേക്ക് അടുത്ത ഫ്ലവർ ചെയ്തിട്ടുണ്ടോ എന്തുണ്ടോ കായകൾ. ഈ ഫ്ലവർ ചെയ്തൊക്കെ കാ പിടിക്കും എന്നുള്ളതാണ് പ്രത്യേകത. ഒരു കാരണവശാലും കാ പിടിക്കാതിരിക്കില്ല. അപ്പോൾ ഓൾ സീസൺ എന്ന് വേണേൽ പറയാം. ഈ കൊമ്പയിലും ഇവിടെ ഇതൊക്കെ കണ്ട കാ മുകളിലോട്ടൊക്കെ നോക്കി അവിടെയൊക്കെ പൂവിട്ടിടത്തൊക്കെ കാ പിടിക്കും. കണ്ട നിൽക്കുന്നുണ്ടോ? അതിന് തെളിവാണല്ലോ ഈ കമ്പയിലൊക്കെ കാ നിൽക്കുന്നത്. കണ്ടോ? ഒരുപാട് 10,000 രൂപ വിലയുള്ളതാണ്. നമ്മളിപ്പോൾ യൂട്യൂബ് ചെയ്യാൻ 8,000 രൂപയ്ക്ക് നമ്മൾ കൊടുക്കും. നിറച്ച് കായാണ്. ഇത് കാ കഴിഞ്ഞിട്ടാ. അപ്പോഴേക്കും അടുത്ത ഫ്ലവറിങ് കണ്ടോ? അടുത്ത ഫ്ലവർ വരുന്നത് കണ്ടോ? ഇവിടെ അത്യാവശ്യം കൊടുക്കണ്ടല്ലേ? എത്ര വേണമെങ്കിലും ഉണ്ട്. 10-100 ഒക്കെ വേണമെങ്കിലും കൊടുക്കാം. ഡ്രമ്മിൽ വെക്കാൻ പറ്റിയ അടിപൊളി ഫ്രൂട്ട് ആട്ടോ. നല്ല ടേസ്റ്റ് ആണ്. ചെറിയ റേറ്റിലവർക്ക് അതുകൊണ്ടല്ലേ? അതെ 200 രൂപ മുതൽ നമുക്ക് മേലോട്ടുണ്ട്. കാച്ചത് 3000 മുതൽ മേലോട്ടുണ്ട്. അതുപോലെ അത് റെഡ് ഹൈബ്രിഡ് ആണ്. ഇത് എസ്കാർലറ്റ് ആണ്. ഇത് ഏകദേശം 3,800-4 രൂപയ്ക്ക് വിൽക്കുന്നതാണ്. നമ്മൾ ഈ നമ്മുടെ കസ്റ്റമേഴ്സിന് 3000 രൂപയ്ക്ക് റെഡ് എസ്കാർലറ്റ് പൂവിട്ട് കൊടുക്കാം. ഈ വലിപ്പമുള്ളത് എത്ര രൂപ? 3000 രൂപയ്ക്ക് എസ്കാർലറ്റ് പൂവിട്ടാണ് കൊടുക്കുന്നത്. സലാംക ഏതാ വെറൈറ്റി? ഇത് അടിപൊളിയാണല്ലോ. അത് ഗ്രീൻ ക്രിസ്റ്റൽ ജബട്ടിക്കാബ. ഞാൻ കുറച്ച് മുമ്പ് ഗ്രീൻ ലാൻഡ് എന്ന് തെറ്റിച്ച് പറഞ്ഞാൽ ഗ്രീൻ ക്രിസ്റ്റലാണിത്. അപ്പോൾ ഈ സാധനം നമ്മൾ 12 രൂപയ്ക്ക് വിൽക്കുന്നതാണ്. ഏകദേശം ഒരാൾക്ക് മേലെ പൊക്കമുണ്ട്. ഒരാളല്ല, ഏകദേശം 8 അടിയില്ലത്. 8 അടി പൊക്കമുള്ള നിറയെ കായുള്ള. അതായത് ഈ കായ എന്ന് പറയുന്നത് ഇത് തീരുമ്പോഴേക്കും അടുത്ത ഫ്ലവർ വന്നോണ്ടിരിക്കുകയാണ്. ഇതെന്തായാലും ഒരെണ്ണം പൊട്ടിക്കണം. ഇത് ശരിക്കും ഇങ്ങനെ കഴിക്കാം. മധുരാണ്. ഇത് മധുരാണ്. കഴിച്ചു നോക്കൂ.
അടിപൊളിയായിട്ട് ഇതിന്റെ അകം നോക്ക്. അപ്പൊ ഇതിന് എത്ര രൂപ മുതലുണ്ട്? ഇത് നമ്മൾ വിൽക്കുന്നത് 10 രൂപയ്ക്ക് കൊടുക്കും. ഇതിന് ചെറിയ തൈകൾ വേണമെങ്കിൽ 2500-3000 രൂപയ്ക്ക് സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ കാ പിടിച്ച തൈകളാണ്. അങ്ങോട്ട് നോക്കിയാ ഇതിനകത്ത് നോക്കിയാ ഇത് വർഷത്തിൽ ഒരുപാട് പ്രാവശ്യം ഉണ്ടാവൂല? അതെ 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 4 സീസൺ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇത്. കാരണം എപ്പോഴും കായ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഇത് 4 സീസൺ ലോങ്ങൻ കാ പിടിച്ചതാണ്. ഇത് നമ്മുടെ കവറിലിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കായ ഉണ്ട് കേട്ടോ. കണ്ടോ? ഓ അടിപൊളി. ഇതുണ്ട് ഫ്ലവർ. ഇത് കണ്ടോ? ഇതൊക്കെ എന്താ റേറ്റ്? ഇതൊക്കെ നമ്മൾ വിൽക്കുന്നത് 6000 രൂപയ്ക്കാണ്. നമുക്ക് ഇതൊരു 3-4 സെക്ഷനായിട്ട് നമുക്ക് 5000-ന് കൊടുക്കാവുന്ന ഒരു ബാച്ച് ആക്കാൻ മാറ്റാം. 6000 നമുക്ക് 5000-ന് കൊടുക്കാം ഈ ബാച്ച്. പിന്നെ അത് 5000-ന്റെ ബാച്ച് ഉണ്ട്. 5000-ന് കൊടുക്കുന്ന ഒരു ബാച്ചാണ്. ഇത് 4000-ന് കൊടുക്കുക. അതൊക്കെ ഫ്ലവർ ആയത്. ഇതാണ് ഫ്ലവറായി കായ പിടിക്കുന്നത്. ഈ വലിയ ഇത് വേറെ വെറൈറ്റിന്റെ പേരും കൂടി പറഞ്ഞു കൊടുക്കുക. ഇത് 4 സീസൺ ലോങ്ങൻ. അതായത് വർഷത്തില് 4-5 പ്രാവശ്യം കായ്ച്ചുകൊണ്ടേയിരിക്കും. ഒരെണ്ണം വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ്. ഏറ്റവും കൂടുതൽ കായ്ക്കുന്നത് അതാണ്. ഏറ്റവും കൂടുതൽ ലോങ്ങനിൽ ഏറ്റവും കൂടുതൽ തവണ കായ്ക്കുന്നതും ഏറ്റവും കൂടുതൽ കായ പറിക്കാൻ പറ്റുന്നതും അതാണ്. ഇത് N18 എന്ന് പറഞ്ഞാൽ അതായത് റംബൂട്ടാൻ ഏറ്റവും ടേസ്റ്റ് ഉള്ള റംബൂട്ടാൻ N18 ആണ്. ഇത് 800 രൂപയ്ക്ക് വിൽക്കുന്ന പ്ലാന്റ് ആണ്. എത്ര വർഷം എടുക്കും കായ്ക്കാം? ഇപ്പോൾ അടുത്ത വർഷം കായ്ക്കാൻ സാധ്യത. ഈ വർഷം കായ്ക്കില്ല, അടുത്ത വർഷം കായ്ക്കും. മണ്ണി കൊണ്ടുവച്ചാൽ അടുത്ത വർഷം കായ്ക്കാൻ സാധ്യതയുള്ള പ്ലാന്റ് ആണ്. 600 രൂപയ്ക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ്. ഇതിന്റെ ബൾക്ക് സ്റ്റോക്ക് നമ്മുടെ വലിയ മേഴത്തൂർ ഗാർഡനിലുണ്ട്. ഈ വലുതൊക്കെ 600 അതെല്ലാം 600-ന് കൊടുക്കുന്ന പ്ലാന്റുകൾ. എത്ര വർഷം പഴക്കമുള്ളത്? ഇത് ഏകദേശം 2 വർഷത്തിന്റെ അടുത്ത് പഴക്കമുള്ളതാണ്. 600 രൂപ കൊടുക്കില്ല. 600 രൂപയ്ക്ക് കൊടുക്കണം. കുള്ളൻ തെങ്ങുകൾ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ആവശ്യത്തിന്. അതിൽ മലയൻ ഗ്രീൻ ഉണ്ട്, മലയൻ യെല്ലോ ഉണ്ട്, മലയൻ റെഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ഡീൻഡുടി ഉണ്ട്, ടീൻഡുടി ഉണ്ട്. എല്ലാ തെങ്ങുകളും നമ്മൾ വിൽക്കുന്നത് ഡീൻഡുടി ഒരു വലിയ സെക്ഷൻ വെച്ച് നോർമൽ എല്ലാം 250 രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതിൽ കുറച്ച് വലുതാണെങ്കിൽ വലിപ്പ വ്യത്യാസം വരും. ഏകദേശം ഇത് നമ്മൾ വിൽക്കുന്ന 1500 രൂപ. ചൊട്ടടാറായതാണ്. വലുത് ഇത് ഡീൻഡുടിയാണ്. ഏകദേശം ചൊട്ടടാറായ തെങ്ങാണ് അല്ലേ. അപ്പോൾ ഇത് 1500. ഇത് പ്ലാവിൻ്റെ തൈകളാണ്. പ്ലാവിൻ്റെ തൈകൾ ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഒരുപാട് ഐറ്റം ഉണ്ട്. പ്ലാവ് AVRK ഉണ്ട്, പിന്നെ അതുപോലെ മുട്ടം വരിക്കുണ്ട്, J33 എനിക്ക് തോന്നുന്നത് ഒന്ന് വെക്കുകയാണെങ്കിൽ ഫസ്റ്റ് വെക്കുന്ന വേഗം കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ റയർലി. രണ്ടാമത് നമ്മളൊന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല J33 ആണ്. ഞാൻ കഴിച്ചത് ചെമ്പകച്ചേച്ചിയുടെ അടിപൊളി ടേസ്റ്റാണ്. അത് ഇവിടെ ഉണ്ട്, നിറച്ച് പ്ലാന്റ് ഉണ്ട്. അപ്പുറത്ത് നിറച്ച് പ്ലാന്റ് ഉണ്ട്. എത്ര വർഷം എടുത്തത് ശരിക്കും? അത് 3-3.5 വർഷം എന്തായാലും എടുക്കും. ഇവിടെയുള്ള തൈകൾ 1.5 വർഷം ആയതൊക്കെ ഉണ്ട്. അപ്പോൾ കൊണ്ടുപോയി 2 വർഷം കൊണ്ട് കായ്ക്കും ചെയ്യില്ല. അത് 1.5 വർഷമായ തൈകൾ 500 രൂപയ്ക്ക് അടിപൊളി ഇത്ര പോകുന്ന തൈകളുണ്ട്. നമുക്ക് കാണാം. പിന്നെ ചാമ്പ, ഇത് ബെൽചാമ്പയാണ്. ഇത് നമ്മൾ 400 രൂപയ്ക്ക് വിൽക്കുന്ന ബെൽചാമ്പയാണ്. നമ്മുടെ ചാമ്പ പറയുമ്പോൾ ഉമ്മർ ചാമ്പുണ്ട്, ബെൽചാമ്പുണ്ട്, ദൽഹരി ഉണ്ട്, തായ് റെഡ് ഉണ്ട്, തായ് ഗ്രീൻ ഉണ്ട്, തായ് വൈറ്റ് ഉണ്ട്. എല്ലാവിധ ചാമ്പ ഏത് ചോദിച്ചാലും ഇത് നമുക്ക് ഒരു 800 രൂപയ്ക്ക് കൊടുക്കാവുന്ന ചാമ്പ. ഇത് ബോർഡ് അല്ലല്ലല്ല, ദൽഹരി അല്ല, തെറ്റിയതാർക്ക്. ഇത് 800 രൂപയ്ക്ക് കൊടുക്കുന്ന റെഡ് ചാമ്പ, ചുവന്ന കളറുള്ള ചാമ്പ. ഇത് ഏകദേശം ഫ്ലവർ ആവാറായ നെല്ലിയാണ്. ഇത് നമ്മൾ 800 രൂപയ്ക്ക് വിൽക്കുന്ന പ്ലാവിൻ്റെ തരങ്ങളാണ്. പ്ലാവിൻ്റെ വിവിധ തരങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ ഏതൊക്കെയുണ്ട് വെച്ചാൽ നമുക്ക് J33 ഉണ്ട്, വലിയ ഗംലെസ് ഉണ്ട്, വലിയ വിയറ്റ്നാം സൂപ്പർ റയർലി ഉണ്ട്, വലിയ പിന്നെ ഏതൊക്കെ മാവുകൾ സിന്ദൂർ വരിക്കുണ്ട്, ഗംലെസ്, എല്ലാ പ്ലാവുകളും വലുതുണ്ട്. ഇപ്പം നമ്മൾ ഇത്രയും വലിയ J33 നമ്മൾ വിൽക്കുന്ന എത്രയ്ക്കാണെന്നറിയാം? ഇവിടെ വെറും 500 രൂപക്ക് ഇത്ര വലുതോ? ഇത്ര വലിയ J33. ഇത് ഏകദേശം 1.5 വർഷം. 3.5 വർഷം ഏറ്റവും നല്ല ജാക്കാണ്. നമ്മുടെ പരിസരത്ത് പലയിടത്തും കാഴ്ച കഴിഞ്ഞല്ലേ. സൂപ്പർ ടേസ്റ്റാണ്. വരിക്ക ചക്കയാണ്. അപ്പോൾ ഇത് മൊത്തം കവർ ചെയ്തില്ല നിങ്ങൾ?